കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ 1199 കർക്കിടക മാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, ശനിയാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരെ പറ്റിയും നാം സവിസ്തരം പ്രതിപാദിക്കുന്നത്. കർക്കിടകം 32 ഈ കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിനമാകുന്നു വെള്ളിയാഴ്ച. അത് സംക്രമ ദിനമാകുന്നു. അന്ന് രാത്രിയാകുന്നു ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്നത്. അതിനാൽ കർക്കിടകം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച, സംക്രമത്തിന് നാം ഒരു ശുഭകാര്യങ്ങളും നടത്താറില്ല. അതിനാൽ ഈ ഒരാഴ്ചക്കാലം മേടം മുതൽ മീനം രാശി വരെയുള്ള വ്യക്തികൾക്ക് കർക്കിടകം 32 എന്ന ദിവസത്തെ ഓഗസ്റ്റ് 16-ന് ഉപേക്ഷിക്കുക പൂർണ്ണമായും. സംക്രമ സമയത്ത് ജ്യോതിഷികൾ കവിടി നിരത്താറില്ല, യാത്ര ചെയ്യാറില്ല. പ്രായണ സംക്രമ ദിവസം പിറ്റേന്നാൾ നിങ്ങൾക്ക് പൊന്നിൻ ചിങ്ങമാകുന്നു. ഇനി നമുക്ക് നിങ്ങളുടെ ഈ ആഴ്ചയിൽ ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്രക്കൂട്ടം. ഇന്ന് മേടം രാശിക്കാർക്ക് 2-ൽ ചൊവ്വ, വ്യാഴം, 4-ാം ഭാവത്തിൽ ആദിത്യൻ, 5-ൽ ബുധൻ, ശുക്രൻ, മാന്തി, 6-ൽ ചന്ദ്രൻ, കേതു, 10-ാം ഭാവത്തിൽ ശനി, 12-ാം ഭാവത്തിൽ രാഹു. ഇപ്രകാരമാണ് ഗ്രഹനില. മേടം രാശിക്കാർക്ക് കർക്കിടകം 32 കഴിഞ്ഞ് വരുന്ന, അതായത് ഓഗസ്റ്റ് 16-ാം തീയതി കഴിഞ്ഞ് വരുന്ന 17-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി ആദിത്യൻ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് വളരെ ഗുണമാകുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ ആദിത്യൻ 45 ഡിഗ്രി ബലവാനായി നിൽക്കുന്നു ചിങ്ങമാസം 21-ാം തീയതി വരെ. അതിൻ്റെ വളരെയധികം ഗുണഭോക്താക്കൾ മേടം രാശിക്കാരായിരിക്കും. ഇന്ന് മേടം രാശിക്കാർക്ക് ആദിത്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വിസുഖ പീഡിത മാനസ ചതുർത്ഥേ വിഗതം സുഖം യത്യസഹ. സുഖം കുറയുക, മനസ്സിന് പീഡ ഉണ്ടാവുക. അതിനാൽ മാനസികമായി വളരെയധികം ടെൻഷൻ കൂടുതൽ അനുഭവിക്കുന്നു മേടൻ രാശിക്കാർ ഈ വാരം. ഹാർട്ട് ബീറ്റ് വളരെ കൂടുന്നതാണ്. ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രയിൽ പലപ്പോഴും സുഖ അനുഭവങ്ങൾ വളരെ കുറയുന്നതാണ്. അസമയത്ത് ഉറക്കമൊഴിച്ചുള്ള യാത്ര, പ്രത്യേകിച്ച് 4 വീലർ യാത്രകൾ രാത്രികാലത്ത് മേടൻ രാശിക്കാർ വർജിക്കേണ്ടതാണ്. കർക്കിടകം 32-ാം തീയതി വരെ, ഓഗസ്റ്റ് 16-ാം തീയതി വരെ. അത് കഴിഞ്ഞാൽ വളരെ ശോഭനമാകുന്നു. ഇവിടെ 5-ാം ഭാവത്തിൽ ബുധശുക്രന്മാരുണ്ട്. അത് മേടം രാശിക്കാർക്ക് വളരെ ഗുണമാകുന്നു. സന്താന വിഷയത്തിൽ വളരെയധികം സുഖസ്വസ്ഥതകൾ അവരെ കൊണ്ടും അവർക്ക് മാതാപിതാക്കളെ കൊണ്ടും അനുഭവിക്കുന്ന സമയമാകുന്നു ഈ ഒരു വാരക്കാലം. ലാഘവത്തോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കുക. കൂടുതൽ ടെൻഷൻ വരുമ്പോൾ ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പ് വളരെ കൂടും. അനാവശ്യമായ ഉദ്വേഗങ്ങൾ വരും. ആരുമായും തർക്കിക്കാൻ പോകരുത്. തൻ്റെ ശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കുമെന്നാണ് 4-ലെ ആദിത്യൻ്റെ ഫലം. അതിനാൽ ജാഗ്രത പാലിക്കുക എല്ലാ കാര്യങ്ങളിലും. ധനവിഷയത്തിൽ വളരെ അനുകൂലമായ സമയമാകുന്നു. പലപ്പോഴും ബുദ്ധിപൂർവം നീങ്ങി സാമ്പത്തികമായ ക്ലേശങ്ങൾ തരണം ചെയ്യുവാൻ മേടം രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഊഹക്കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ലോട്ടറി വ്യാപാരികൾക്കൊക്കെ തന്നെ ഈ ഒരു വാരം ഒന്ന് കടന്നു കിട്ടിയാൽ പിന്നെ വളരെ അനുകൂലമായി വരുന്നു. ബൗദ്ധിക തലത്തിൽ പഠിതാക്കൾക്ക് നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു 5-ലെ ബുധൻ. ഈവൻ നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കുന്ന, ജ്യോതിഷം പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ തന്നെ 5-ലെ ബുധൻ സദ്ബുദ്ധിയെ പ്രദാനം ചെയ്യും. എന്തിനേയും ഉപായത്തിലൂടെ നേരിടുവാനുള്ള കഴിവ് മേടൻ രാശിക്കാർക്ക് ഈ ഒരു
ബുധശുക്രന്മാരുടെ 5-ാം ഭാവ യോഗം സമ്മാനിക്കുന്നതാണ്. അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. മാതൃസംബന്ധമായ ക്ലേശങ്ങളുടെ സമയമാണ്. അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പല മേടൻ രാശിക്കാരും ശ്രദ്ധിക്കുക, തങ്ങളുടെ അമ്മ രോഗശയ്യയിലാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിൽ എല്ലാവരെയും സശ്രദ്ധം അവരെ ശുശ്രൂഷിക്കുവാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ട് വേണം ദൂരയാത്ര ചെയ്യുവാൻ. ശത്രുസംബന്ധമായ ബുദ്ധിമുട്ടുകളും വളരെയധികം വരുന്ന വാരമാകുന്നു. അതിനാൽ ശത്രുദോഷം പരിഹരിക്കേണ്ടതുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, ശത്രുമുട്ടി ചെയ്യുക. അങ്ങനെ ശത്രുസംബന്ധമായ ദുരിതങ്ങൾക്ക് നല്ലൊരു പരിഹാരം മേടൻ രാശിക്കാർക്ക് ലഭിക്കാവുന്നതാണ്. കർമ്മമേഖലയിൽ വിശേഷിച്ച് ക്ലേശങ്ങൾ ഒന്നും സംഭവിക്കാനില്ല. കൂടുതൽ അനുകമ്പ, ദയയുള്ള മനസ്സുണ്ടെന്ന് കരുതി മറ്റുള്ളവരെ സഹായിച്ചാൽ അത് കർമ്മസ്ഥാനത്ത് തനിക്ക് ദുഃഖങ്ങളുണ്ടാക്കും. ഡയാലിസിസ് പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അവർക്ക് ഈ വാരം അത്ര ശോഭനമല്ല. വളരെ അനുകൂലമായ ദിനങ്ങളും 10-ാം തീയതി ശനിയാഴ്ച ചിത്ര നക്ഷത്രം വളരെ അനുകൂലമായ ദിവസമാകുന്നു മേടം രാശിക്കാർക്ക്. ആ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. 10-ാം തീയതി ശനിയാഴ്ച സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഷ്ഠി തിഥിയാകുന്നു. അതിനാൽ ഷഷ്ഠിവ്രതം നിങ്ങൾക്ക് ആചരിക്കാം. നിങ്ങളുടെ സന്താന ശ്രേയസ്സിന്, മക്കളുടെ പഠന വിഷയത്തിന് ഒക്കെ തന്നെ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്. എല്ലാ ശുഭകാര്യങ്ങളും ചിത്ര നക്ഷത്രത്തിൽ ചെയ്യാം. ഒരു കാര്യം ഒഴിച്ച് വാങ്ങാനും കൊടുക്കുവാനും കാശ് എണ്ണുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും ധനപരമായ ഇടപെടലുകൾക്കും ചിത്ര നക്ഷത്രം അനുവദിച്ചിട്ടില്ല. പിന്നീട് 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം വളരെ ഗുണമാകുന്നു. കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള സമയം വിവാഹ നിശ്ചയത്തിനും വിവാഹ ക്ഷണനത്തിനും ബന്ധുഗൃഹ സന്ദർശനത്തിനുമൊക്കെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാവുന്നതാണ്. 12-ാം തീയതി തിങ്കളാഴ്ചയും നക്ഷത്രം പ്രായണ കാലത്ത് അനിഴം നക്ഷത്രവും അതിനുശേഷം വിശാഖം നക്ഷത്രവുമാണ്. പക്ഷേ അന്ന് തിഥി വളരെ ദുർബലമായ വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. വാങ്ങൽ കൊടുക്കലുകൾ കർമ്മങ്ങൾക്ക് അത്ര ശുഭമല്ല. 14-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം പ്രായണ നല്ല ശുഭമുള്ള നക്ഷത്രമാകുന്നു. 10:15 മുതൽ 12 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ഗർഭിണികളെയും നാൽക്കാലികളെയും വീട്ടിൽ കൊണ്ടുവരുവാനും വീട്ടിൽ നിന്ന് പുറത്തു പോകുവാനും അനുവദിക്കുന്നത് ബുധനാഴ്ച എന്ന ദിനം അത്ര ശുഭമല്ല. അതേ രീതിയിൽ 15-ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് ശേഷം ദശമി തിഥിയാകുന്നു. വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രവും എല്ലാ ശുഭകാര്യങ്ങൾക്കും ആ രാഹുകാലം കഴിഞ്ഞുള്ള സമയം വളരെ അനുവദനീയമായ സമയമാകുന്നു. 16-ാം തീയതി ഞാൻ സൂചിപ്പിച്ചു, വെള്ളിയാഴ്ച കർക്കിടകം 32 ഒരു ശുഭകാര്യങ്ങൾക്കും സംക്രമ ദിവസം ഞാൻ സ്വീകരിക്കാറില്ല. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ഒരു വാരം ആശംസിക്കുന്നു. അടുത്തതായി ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചൊവ്വയും വ്യാഴവും, 3-ൽ സൂര്യൻ, 4-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 5-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും, 10-ാം ഭാവത്തിൽ ശനിയും, 11-ാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നു. പ്രായണ ഇടവം രാശിക്കാർക്ക് രാശി അധിപനായ ശുക്രൻ ബുധനോടുകൂടി 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഈ സമയം മാതാപിതാക്കൾക്ക് സന്താനങ്ങളെയും തിരിച്ച് സന്താനങ്ങൾക്ക് മാതാപിതാക്കളെയും സഹായിക്കുവാനുള്ള ഒരു വാരമാകുന്നു. വളരെയധികം പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുവാനുള്ള നല്ല ഒരു ദൈവാധീനം നിൽക്കുന്ന വാരമാകുന്നു ഇടവം രാശിക്കാർക്കിത്. ഇന്ന് ഇടവൻ രാശിയിൽ ചൊവ്വയും വ്യാഴവും കൂടിയുള്ള സമ്മേളനവും ദ്വിഗ്രഹ യോഗവും ഒരു അധ്യക്ഷ യോഗവും വളരെ നല്ലതാകുന്നു. അവിടെ അഷ്ടമാധിപനായ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നത് ഗുണമല്ല. പക്ഷേ യോഗത്തോടുകൂടി ചൊവ്വയുമായുള്ള ആ യോഗത്തോടുകൂടി പുണ്യധ്യക്ഷ സജീവേ ഭവതി നരപതി പ്രാപ്തവിക്തോ ദ്വിജോവ, സർക്കാർ സംബന്ധിച്ച കാശുകൾ ലഭിക്കുവാനുള്ള അനുകൂലമായ സമയമാകും. ഇവിടെ പലരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, പുതിയ വീടിൻ്റെ ചെറിയ ലോണ് 4 ലക്ഷം 6 ലക്ഷം ഇതൊന്നും ലഭിക്കുന്നില്ല എന്ന്. അവർക്ക് ഈ വാരം അനുകൂലമാണ്. ഇവിടെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ
പുതിയ ഉദ്യോഗസ്ഥൻ വരുന്നു ഓഫീസറായിട്ട്. അദ്ദേഹം നിങ്ങളെ ശ്രദ്ധാപൂർവം ക്ഷമാപൂർവം നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു, നിങ്ങളെ സഹായിക്കാനുള്ള സന്മനസ് പ്രകടിപ്പിക്കുന്നു. ആ രീതിയിലുള്ള ധാരാളം മെച്ചങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ലഭിക്കും. രേഖാസംബന്ധമായ ശുഭങ്ങളുടെ വാരമാകുന്നു ഈ ഒരു വാരം. അതിനാൽ രേഖ വെച്ച് നേടേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നേടാൻ ശ്രമിക്കുക. വളരെ അനുകൂലമായ സമയമാണ്. 3-ലെ സൂര്യൻ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് സമയ ദോഷമുണ്ട്. അതേ രീതിയിൽ പിതാവിനും ശാരീരികമായ അനിഷ്ടങ്ങളുടെ വാരമാകുന്നു, ശ്രദ്ധിക്കണം. 5-ൽ നിൽക്കുന്ന ചന്ദ്രൻ മക്കളെ കൊണ്ട് ധാരാളം ഗുണഗണങ്ങൾ ഉണ്ടാകുന്നു. മക്കളുടെ പഠനം, അവരുടെ വിദേശയാത്ര, അല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് പെട്ടെന്ന് ജോലി തരപ്പെടുന്നു. ആ ജോലിയിലൂടെ അവർക്ക് നല്ലൊരു ശോഭനമായ ഭാവി വരാൻ പോകുന്നു. പല മാതാപിതാക്കളുടെ മക്കൾ വിദേശത്ത് പഠിക്കുന്നു, പാർട്ട് ടൈം ജോബ് ലഭിക്കുന്നില്ല വിദേശ രാജ്യങ്ങളിൽ. അവർക്കൊക്കെ സന്തോഷത്തിൻ്റെ നാളുകളാണ്. അവർ തങ്ങളുടെ മാതാപിതാക്കളെ അറിയിക്കും, ഇതാ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട്. ഈ ഇടവൻ രാശിക്കാർക്കും പ്രായണ ആദിത്യൻ്റെ 4-ാം ഭാവത്തിലേക്കുള്ള വരവ് കർക്കിടകം 32-ന്, അതായത് ആഗസ്റ്റ് 16-ാം തീയതി കഴിഞ്ഞ് ചിങ്ങം 1-ാം തീയതിയിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമായ മാറ്റമാണ്. ഇവിടെ കാര്യമായി ഇടവൻ രാശിക്കാർ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു വാരം പിതാവിൻ്റെ സഹോദരൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചനയും തൻ്റെ പേരിൽ കൂവളമാലയും ജലധാരയും വഴിപാടായി സമർപ്പിക്കുക. കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പലർക്കും ഈ 4-ലെ ബുധൻ ഇടവൻ രാശിക്കാർക്ക് നല്ല ചില ഗുണഗണങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. തൻ്റെ കർമ്മമേഖലയിൽ ഹയർ ഓഫീസേഴ്സുമായിട്ടുള്ള നല്ല സൗഹൃദങ്ങൾ, പുതിയ ഓഫീസർ വന്ന് തനിക്ക് നല്ലൊരു ട്രീറ്റ് നൽകുന്നു. സ്വതവേ ഇടവൻ രാശിക്കാർ കഠിനാധ്വാനികളാണ്. കഠിനാധ്വാനികൾക്ക് ഒരു അംഗീകാരം തൻ്റെ ബോസിൽ നിന്നും ഉയർന്ന അതോറിറ്റിയിൽ നിന്നും ലഭിക്കുക എന്നത് നല്ല ഒരു കാര്യമാണ്. ഈ വാരം അതിനൊക്കെ ധാരാളം ന്യായങ്ങൾ കണ്ടുവരുന്നു. 4-ലെ ശുക്രൻ കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. ഗേൾ ഫ്രണ്ട്സിനെ ലഭിക്കും. സൗഹൃദങ്ങളിലൂടെ പൂമ്പാറ്റയെപ്പോലെ പാടിപ്പറന്ന് നടക്കാം ഇടവൻ രാശിക്കാർ. സൗഹൃദങ്ങൾ തകരാതെ നോക്കണമെന്ന് മാത്രം. ശുഭാശുഭങ്ങളായ ദിനങ്ങളൊക്കെ ഞാൻ മുൻപ് സൂചിപ്പിച്ചു കഴിഞ്ഞു. 10-ാം തീയതി ശനിയാഴ്ച ചിത്ര വളരെ ഗുണമാണ്. ധനപരമായ വാങ്ങൽ കൊടുക്കലിനൊന്നും പാടില്ല. 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. 12-ാം തീയതി തിങ്കളാഴ്ച വെളുത്തപക്ഷത്തിലെ അഷ്ടമിയാണെങ്കിലും സാമ്പത്തികമായ ഇടപെടലുകൾ ഒന്നും നാം ചെയ്യാറില്ല. 14-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം കാലത്ത് 10:15 മുതൽ 12 മണി വരെ വളരെ അനുകൂലമാണ്. 15-ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് ശേഷം മൂലം നക്ഷത്രം വളരെ അനുകൂലമാണ്. 16-ാം തീയതി വെള്ളിയാഴ്ച സംക്രമമാണ്. ശുഭകാര്യങ്ങൾ നാം അനുഷ്ഠിക്കാറില്ല. എല്ലാ ഇടവൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ഇനി നാം ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്നം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന നക്ഷത്ര കൂട്ടങ്ങളാകുന്നു. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് 2-ൽ സൂര്യൻ, 3-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 4-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും, 9-ാം ഭാവത്തിൽ ശനി, 10-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും. ഇപ്രകാരം മിഥുനൻ രാശിക്കാരെ പറ്റി നാം ചിന്തിക്കുമ്പോൾ പ്രായണ രാശി അധിപനായ ഗ്രഹം ബുധൻ വക്രിയായി ബലവാനായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ൽ നിൽക്കുന്ന ബുധൻ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ ബുധൻ്റെ കൂടെ ശുക്രനും കൂടി ഒരു ദിഗ്രഹ യോഗം ചെയ്തിരിക്കുന്നു. അത് കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാകുന്നു. 4-ാം ഭാവം കേന്ദ്രാധിപനായ ബുധനും 5-ാം ഭാവം ത്രികോണാധിപനായ ശുക്രനും ചേർന്നുള്ള ഒരു രാജയോഗം അവിടെയുണ്ട്. അതാണ് ഈ മിഥുനൻ രാശിക്കാർക്ക് പ്രായണ ഗുണമായ ഒരു വാരം. കാരണം മിഥുനൻ രാശിക്കാർക്ക് വ്യാഴം കർമ്മപതി അല്ലെങ്കിൽ വൈവാഹിക ജീവിതം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം ദുർബലമായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ ആ ചൊവ്വയോട് കൂടിയുള്ള യോഗവും അത്ര ശുഭമല്ല. അതിൽ നിന്നും വിഭിന്നമായി ഒരു പ്രത്യാശയുടെ പ്രതീക്ഷയുടെ നാമ്പുകൾ ആ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. 2-ലെ ആദിത്യൻ സാമ്പത്തികമായ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കാം, വാഹന ലാഭമുണ്ടാക്കും,
പക്ഷേ ലാഭം അധികം പ്രതീക്ഷ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുഭത്വം കുറയും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സമാധാനം പ്രായണ സ്ത്രീകൾ കാരണം, പ്രത്യേകിച്ച് ഭാര്യ കാരണം കുറയുന്ന സമയമാണ്. അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക. സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് ദാമ്പത്യത്തെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം അങ്ങേയറ്റം ദുർബലമായി 12ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ലെ ശുക്രനും അതേ ഫലമാണ്. രതി സ്ത്രീജനയെ തസ്യന, ഇദ്ദേഹത്തിന് സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകില്ല. അതിനാൽ ദാമ്പത്യ വിഷയത്തിൽ പ്രായണ ഈ ഒരു വാരം വളരെ ശ്രദ്ധിച്ച് കരുക്കൽ നീക്കുക. അനാവശ്യമായ ഇടപെടലുകൾ ഫാമിലി ലൈഫിൽ വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും മിഥുനം രാശിക്കാർക്ക്. പക്ഷേ പ്രതീക്ഷയുണ്ട് മിഥുനം രാശിക്കാർക്ക്. ആകസ്മികമായ ചില സൗഹൃദങ്ങൾ, ആ സൗഹൃദത്തിലൂടെ ധനപരമായ ഒരു അഭിവൃദ്ധി, അതേ രീതിയിൽ സഹോദരങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. അവരുടെ വിദ്യാഭ്യാസപരമായ വിഷയത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായ ഗുണങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഒരു ഭ്രാതാവിൻ്റെ മൂത്ത സഹോദരൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ ഈ വാരം വളരെ പ്രബലമാകുന്നു. തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വളരെ നല്ല വാരമാകുന്നു. പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഗൈഡുകൾക്കൊക്കെ തീർത്ഥാടകരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ ഈ വാരം കുറച്ചുകൂടി നന്മകൾ പ്രദാനം ചെയ്യും. വളരെയധികം ഉയരമുള്ള കുന്നുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ, വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ ശ്രദ്ധിച്ച് സഞ്ചരിക്കേണ്ട മഴക്കാലമാകുന്നു ഇത്. ഇവിടെ ഏറ്റവും കാഠിന്യമുള്ള വർഷമാസം കഴിയുകയാണ് കർക്കിടകം 32-ന്. കർക്കിടകവും ചിങ്ങവും വർഷ ഋതുക്കളാകുന്നു. പക്ഷേ കർക്കിടകമാണ് കോടക്കർക്കിടകം, കോടമഴയുടെ കാലം. ചിങ്ങമാസം പ്രായണ മഴയ്ക്ക് ശമനമുണ്ടാകുന്നു വർഷ ഋതു ആണെങ്കിലും. അതിനാൽ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും മിഥുനൻ രാശിക്കാർ നീങ്ങുക. മിഥുനൻ രാശിക്കാർക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും നല്ല മന്ത്രം മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥനയാകുന്നു. അവിടെ ഓം മഹാവിഷ്ണവേ നമഃ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിലൂടെ നിങ്ങളുടെ ചെറിയ ചെറിയ അരിഷ്ടതകൾ, ക്ലേശങ്ങൾ ഇതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ മിഥുനം രാശിക്കാർക്കും 10-ാം തീയതി ശനിയാഴ്ച ചിത്ര നക്ഷത്രത്തിന് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കലിന് 10-ാം തീയതി ശനിയാഴ്ച ഗുണമല്ല. പിന്നീട് 11-ാം തീയതി ഞായറാഴ്ച ചോതി നക്ഷത്രം കാലത്ത് 7:20 മുതൽ 10:20 വരെയുള്ള സമയം വളരെ ഗുണമാകുന്നു. 12-ാം തീയതി തിങ്കളാഴ്ച വെളുത്തപക്ഷത്തിലെ അഷ്ടമി ദുർബലമായ അഷ്ടമി തിഥിയാണ്. ശുഭകാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് അത്ര ശുഭമല്ല. 13-ാം തീയതി ചൊവ്വാഴ്ചയും അത്ര അനുകൂലമായ ദിനമല്ല. 14-ാം തീയതി ബുധനാഴ്ച അനിഴം നക്ഷത്രം കാലത്ത് 10:15 മുതൽ 12 മണി വരെ വളരെ അനുകൂലമായ സമയമാകുന്നു. അതേ രീതിയിൽ 15-ാം തീയതി വ്യാഴാഴ്ച 3 മണിക്ക് ശേഷമുള്ള സമയം വളരെ നല്ല സമയമാകുന്നു. വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമാണ്. പക്ഷേ കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം നക്ഷത്രക്കാർ അവരുടെ അഷ്ടമരാശി കൂറാകുന്നു ധനുരാശി, മൂലം നക്ഷത്രം. അതിനാൽ ഇടവൻ രാശിക്കാർ ഈ 15-ാം തീയതി ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. 16-ാം തീയതി നാം ഒന്നും ചെയ്യാറില്ല. അന്ന് സംക്രമമാകുന്നു. കർക്കിടകം 32 ശുഭകാര്യങ്ങളൊന്നും സംക്രമ ദിനം നാം ചെയ്യാറില്ല. ഏതായാലും പിറ്റേ ദിവസം പ്രതീക്ഷയുടെ പുത്തൻ നാമ്പുകളുമായി മിഥുനൻ രാശിക്കാർക്ക് സൂര്യൻ 3-ൽ വരികയാണ്. മതിവിക്രമവാൻ, എല്ലാ കാര്യത്തിലും ഉത്സാഹവും ബുദ്ധിയും പ്രകടിപ്പിക്കും 3-ലെ സൂര്യൻ. അതിനാൽ നന്നായി പ്രാർത്ഥിക്കുക. ഈ ഒരു ദിനക്കാലം കർക്കിടകം 32-ാം തീയതി വരെ ആഗസ്റ്റ് 16-ാം തീയതി വരെ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് ഷുഡ് ബി വെരി കെയർഫുൾ. ഇറ്റ്സ് എ ടൈം ഓഫ് ലൂസിങ്. പെട്ടെന്ന് ഭാഗ്യം തോന്നും. ഒരാഴ്ച കാത്തിരിക്കൂ, എന്നിട്ട് നിങ്ങൾ നിക്ഷേപിക്കാം. എല്ലാ പ്രിയപ്പെട്ട മിഥുനൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വാരത്തെ നേരുന്നു.